ഹലോ ഗൈസ്, ഒരു ശിവരാത്രി വ്ലോഗാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഒട്ടും വയ്യാത്തൊരു ഡേയും കൂടിയാണ്. കാരണം തുമ്മി 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 ഞാൻ അങ്ങ് ഇല്ലാണ്ടാവും കേട്ടോ. അപ്പൊ ഇന്നത്തെ കഥയിലെ വില്ലൻ എന്ന് പറയുന്നത് തുമ്മലാണ്. തുമ്മൽ പിടിച്ച ഒരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് നേരെ എന്റെ വീട്ടിലോട്ട് പോകാം. അപ്പൊ ഇവിടെ നമ്മൾ അടുത്തെത്തിയപ്പോഴത്തേക്ക് ഒരു പടക്കക്കട കണ്ടു കേട്ടോ. കാണിച്ചിരുന്നേ. അപ്പൊ ദർശുവിന്റെ പപ്പയും കൂടി പടക്കം വാങ്ങാനായിട്ട് അങ്ങോട്ട് പോയേക്കുവാണ് കേട്ടോ. അപ്പൊ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പൊ നിങ്ങളെ ഇന്ന് ഞാൻ കൊണ്ടുപോകുന്നത് എന്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ എന്റെ വീടിന്റെ തൊട്ടുമുറ്റത്തായിട്ട് തന്നെയാണ് കേട്ടോ അമ്പലം. ശിവക്ഷേത്രമാണ്. ഞാൻ പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ആ ക്ഷേത്രം. അപ്പോൾ അവിടെ ശിവക്ഷേത്രം ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഹോഷമായിരിക്കും കേട്ടോ. പോകുന്ന വഴി ഞങ്ങൾ ബേക്കറിയിൽ കയറി വീട്ടിലേക്ക് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നല്ല അടിപൊളി കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദർശന്റെ പപ്പ പറയുമായിരുന്നേ മധുരം കഴിച്ചുകൂടാ എന്നൊക്കെ പറയുമായിരുന്നു. എന്നിട്ട് ഞങ്ങളോട് നാണയില്ലാണ്ട് മേടിച്ച് കഴിക്കുവാണ്. പിന്നെ പോട്ടെ പാവല്ലേന്ന് ഓർത്ത് കൊടുത്തപ്പോഴത്തേക്കും ദർശു സമ്മതിച്ചിട്ടില്ല കേട്ടോ. ദർശു വാങ്ങി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പടക്കമൊക്കെ കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് ദർശനം പഠിക്കും. ദർശനം പേടിയാണ് കേട്ടോ, എന്നാലും കണ്ടോണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊക്കെ കൊണ്ട് വീട്ടിലേക്ക് പോകാം. തുമ്മൽ എനിക്ക് മാത്രമല്ല കേട്ടോ, ദർശന്റെ പപ്പയ്ക്കും തുമ്മലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും തുമ്മലും കൂടി കൊണ്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ അതേ അമ്മ നല്ല നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി തന്നു. അതൊക്കെ കുടിച്ച് കുറേ കൂടി കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇരുന്നത് കേട്ടോ. ചായയും പപ്സും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ചായ ഞാൻ അങ്ങനെ കുടിക്കാറില്ല. പിന്നെ എനിക്ക് തുമ്മി 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 ആകെ തൊണ്ടയ്ക്കും ഒക്കെ വയ്യാണ്ടായിരുന്നു കേട്ടോ. തൊണ്ടവേദനയും ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ചായ ലവർ അല്ല കേട്ടോ. കാരണം ചായ ഞാൻ ഒട്ടും കുടിക്കാറില്ല. അങ്ങനെ എൻ്റെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും ചായ കുടിക്കും കേട്ടോ. എൻ്റെ അമ്മ ഉണ്ടാക്കിയ ചായ എനിക്ക് ഇഷ്ടം കേട്ടോ. ഞാൻ അല്ലാണ്ട് ചായ കുടിക്കാറില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ദർശൻ്റെ പപ്പ വർക്കിലാണ്. പിന്നെ ഞങ്ങൾ ഓരോ പടക്കമൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കമ്പിത്തിരി, മത്താപ്പ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓലപ്പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ദർശന്റെ പപ്പയാണ് ദർശന്റെ ഇരയെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അനിയനാണ് കേട്ടോ ദർശന്റെ ഇര. അവനെ ചവിട്ടുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ ദർശന് ഒരു സമാധാനം കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ ചെണ്ട കൊട്ടുമൊക്കെ നടപ്പുണ്ട് കേട്ടോ. നമ്മൾ അമ്പലത്തിലോട്ട് പോയിട്ടില്ല. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പടക്കമൊക്കെ പൊട്ടിക്കാലോ എന്ന് കരുതിയിട്ട് നമ്മൾ പൊട്ടിച്ച് ഗൈസ്. ദർശു പേടിച്ച് ദർശൻ്റെ പപ്പയുടെ കയ്യിൽ കയറി ഇരിക്കുവാണ് കേട്ടോ. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ ആകെ തീ പിടിപ്പിച്ചു എൻ്റെ നല്ലവനായ അനിയൻ. അവിടെയൊക്കെ മരുന്നൊഴിച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ പുല്ലിന്. അപ്പോൾ എന്തായാലും എല്ലാം ഉണങ്ങി നിൽക്കുമായിരുന്നു. പടക്കത്തിൻ്റെ തീ അങ്ങോട്ട് കൊളുത്തി കൊടുത്താൽ മതി, അതങ്ങ് കത്തി കയറിക്കോളും. അപ്പോൾ അങ്ങനെ അതൊക്കെ അണച്ചിട്ട് നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ ചെന്നപ്പോൾ എല്ലാവരും തടി വഴിപാട് നടത്താനുള്ള തടിയൊക്കെ കൊണ്ട് അമ്പലത്തിൽ എത്തിയിരുന്നു. പിന്നെ അവിടെ പാർക്ക് ഉണ്ടായിരുന്ന കാരണം ദർശൂട്ടം കുറേ നേരം പാർക്കിലൊക്കെ ഇരുന്ന് കളിച്ചു കേട്ടോ. കഴിഞ്ഞ വർഷം വരെയും തടി തുള്ളലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൾത്തടി, ഗരുഡൻ തടി അങ്ങനെ ഉണ്ടായിരുന്നു. ഈ വർഷം എന്താണെന്ന് അറിയത്തില്ല. ഈ വർഷം അങ്ങനെ ആർക്കും വഴിപാടില്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഇത്തവണ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വഴിപാടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു നിന്നു കേട്ടോ. പിന്നെ തുമ്മലായതുകൊണ്ട് കുറേ നേരം അവിടെ നിൽക്കാനും പറ്റത്തില്ലായിരുന്നു. ദർശൂട്ടനായിരുന്നെങ്കിൽ വരുന്നില്ലായിരുന്നു കേട്ടോ. ദർശൂട്ടൻ അവിടെ ഫുൾ കളിയായിരുന്നു. ദർശൂട്ടൻ അവിടെ ദർശൂട്ടൻ കുഞ്ഞു ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയ കാരണം ദർശൂട്ടൻ അമ്പലത്തിലോട്ട് വരുന്നില്ല. അവരെയൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയത് കാരണം അവരെ വീട്ടിൽ പോലും വിടുന്നില്ല കേട്ടോ. ലാസ്റ്റ് അവർ വീട്ടിലോട്ട് പോകാറായപ്പോൾ ദർശൂട്ടന്റെ വക കുറേ നേരം കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ പോകുന്നു കേട്ടോ. വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.